എല്ലാവർക്കും നമസ്കാരം. കേരാച്ചൂരം എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നത്തെ ഭക്ഷണമാണ്, ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണമാണ്. ചോറുണ്ട്, പിന്നെ മോദ വറുത്തരച്ച മീൻകറിയുണ്ട്, പിന്നെ നാട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ട മാങ്ങച്ചാറുണ്ട്. ഇത് വാഴക്കായ വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. ഇത് അരിപ്പത്തിരിയാണ്. ഇത് എൻ്റെ ഒരു പരീക്ഷണമാണിത്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തേത് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത്തേത് ഭയങ്കര ക്രിസ്പി ആയിപ്പോയി. ഇത് വെജിറ്റബിൾ സാലഡാണ്. ഇതിൽ കുക്കുംബറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്, കൊച്ചുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ലെറ്റ്യൂസ് ഉണ്ട്, ഒരു ചെറിയ നാരങ്ങ അതിൻ്റെ ഒരു ഭാഗം പിഴിഞ്ഞ് അത് ചേർത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരി രാത്രി വെജിറ്റബിളാണ് കഴിക്കുന്നത്. ഇതെൻ്റെ ഫുഡാണ്. ഇതൊരു പരീക്ഷണമാണ്. ഇത് വിജയിച്ചില്ല, ഫ്ലോപ്പായിപ്പോയി. പക്ഷേ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാനൊരു എക്സ്പേർട്ടല്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. പാചകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. ഇതെല്ലാം എനിക്ക് ചോറ് വെക്കാൻ അറിയത്തില്ലായിരുന്നു, വേവ് നോക്കാൻ അറിയത്തില്ലായിരുന്നു. അരി അടപ്പയിലിടാനറിയാം. തീ കത്തിച്ച് കലത്തിൽ വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരി കഴുകിയിട്ട് നന്നായിട്ട് തിളച്ച്, പക്ഷെ വേവുന്ന പാകം അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അമ്മ ഉപയോഗിക്കുന്നത് ഉപ്പിടാതെയാണ് അമ്മ ചോറ് വെക്കുന്നത്. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. രണ്ടിടത്തും തമ്മിൽ ചോറിൻ്റെ വേവിൽ വ്യത്യാസമുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ ചോറ് വേവണം. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ചോറെന്ന് പറഞ്ഞാൽ ഒരു വേവിന് മുമ്പേ എടുത്തിട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് ആവി കയറ്റും. അപ്പം അച്ഛനും അണ്ണനും രണ്ടുപേർക്കും ജോലിക്ക് പോകുന്നതുകൊണ്ട് അവർക്ക് രാവിലെ കൊണ്ടുപോകാൻ പാകത്തിന് രാത്രി വൈകുന്നേരം ചോറ് വെച്ചിട്ട് രാവിലെ അത് കുക്കറിനകത്ത് ആവി കയറ്റി അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചോറ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എപ്പോഴും അത് ഒരു വേവിട്ട് മുന്നേ എടുക്കും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കറക്റ്റായിട്ട് ചോറിൻ്റെ വേവ് അറിയുന്നത്. ഇത് വളരെ പെട്ടെന്ന് വേവുന്നതാണ്. ഇവിടെ കിട്ടുന്ന അരിയാണ്. അരമണിക്കൂർ കൊണ്ട് ഇത് വേവുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടുത്തെ ചോറിന് കിട്ടുന്നില്ല. എനിക്ക് കഴിച്ചിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് നാട്ടിലെ ചോറാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ നമ്മുടെ നാട്ടിലെ അരിയെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് പക്ഷെ കുറച്ചും കൂടി എളുപ്പമാണ്. എന്നെപ്പോലൊരു ബിഗിനർക്ക് ഇങ്ങനെയുള്ള അരി മേടിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പം ഇതിൽ വെച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഫുഡ് കേടായി പോകത്തില്ല, വേസ്റ്റ് ആവത്തില്ല. സാമ്പത്തിക എന്താ പറയുക, ഇപ്പം ബിഗിനേഴ്സിന് പറ്റിയ ഒരു അരിയാണിത്. ഇതിൻ്റെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ അരിയുടെ പേരും അരിയുടെ ഞാൻ കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും ഏത് അരിയാണെന്നുള്ളത്. എല്ലാവർക്കും അറിയായിരിക്കും. ഞാനാണ് ഇപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് വേവുന്ന അരി ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ്. നാട്ടിൽ എന്ന് പറയുമ്പോൾ മിനിമം 2 മണിക്കൂർ സമയം എടുക്കും വീട്ടിലൊക്കെ ചോറ് വേവെന്ന് പറയുമ്പോൾ. ഇവിടെ പക്ഷെ അരമണിക്കൂർ കൊണ്ട് ചോറ് വെന്ത് കിട്ടും. പിന്നെ ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് സാലഡ്. വീട്ടിലങ്ങനെ സാലഡ് അങ്ങനെ ഒന്നുമില്ല. സാധാ നമ്മൾ ചോറ്, മീൻകറി, അല്ലെങ്കിൽ ഒരു രസം, മീൻ വറുത്ത്, അങ്ങനെയൊക്കെയാണ്. അരിപ്പത്തിരി പോലും ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അരിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇത് ഫ്ലോപ്പായിപ്പോയി. ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിപ്പോയി. ഇത് ശരിയായില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ പാചകത്തിൻ്റെ ശ്രമങ്ങളായിരിക്കും. ഞാനിങ്ങനെ ഓരോ പാചകങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാചകം എന്ന് പറയുന്നത് ഇത്രയും ഭയങ്കര പാടുള്ളൊരു കാര്യമാണത്. സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. വീട്ടിലെ അമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മയും രണ്ടുപേരും ഭംഗിയായിട്ടാണ് പാചകം ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മമാരുടെ ഫുഡൊക്കെ മിസ്സാവുന്നത്, ഒരുപാട് മിസ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് പാചകം ചെയ്തതിന് ശേഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 3-ാമത്തെ മാസമാണ്. 3 മാസം കൊണ്ട് എനിക്ക് പ്രോഗ്രസ് ഉണ്ട്.
ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു നേരം കഴിക്കാൻ കൊള്ളാം. അതേ ഭക്ഷണം തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് രാത്രി എടുക്കാമെന്ന് വെച്ചാൽ കൊള്ളത്തില്ല. എനിക്ക് തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര വിഷമമാവാണ്. പക്ഷേ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് യൂട്യൂബ് ചാനൽ ഒത്തിരി ആൾക്കാർ അവരുടേതായിട്ടുള്ള റെസിപ്പികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വെറൈറ്റി രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ഞാനിങ്ങനെ കമൻസ് നോക്കും, നന്നായിട്ടുണ്ടോ മോശമായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒരു ശ്രമമാണ്. ഞാൻ എൻ്റെ പാചക രീതി കാണിച്ചാലും എനിക്ക് തോന്നില്ല ആരെങ്കിലും അത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുമെന്ന്. ഉറപ്പായിട്ട് അതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ താങ്ക് യു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി. എപ്പോഴും ഞാൻ പറയുന്നതിന് ആദ്യം പറഞ്ഞു, ഇതൊരു സന്തോഷമാണ്. ഞാൻ എൻ്റേതായിട്ടൊരു ചട്ടക്കൂട്ടിനകത്ത് ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണിത്. സോ ഞാനത് ഒരു നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു. ഈശ്വരന് നന്ദി പറയുന്നു. ഭക്ഷണം ഇതൊക്കെ ഇങ്ങനെ കഴിക്കാനൊരു ഭാഗ്യം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.